ചക്ക എന്ന് പറയുന്നത് ഒരു ചുമ്മാ പഴമായി കാണരുത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണെങ്കിലും പലരും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ചക്ക ധാരാളം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അധികം ആരും വേണ്ടത്ര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാത്തത്. പക്ഷേ ഇന്ന് ചക്കയെക്കുറിച്ചും ചക്ക കൊണ്ടുള്ള പ്രൊഡക്റ്റുകളും ഒക്കെ പഠനവിധേയമാക്കി അതിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്നായി കണ്ടുപിടുത്തങ്ങൾ. അതുകൊണ്ട് ചക്കയ്ക്ക് ഡിമാൻഡും കൂടി തുടങ്ങി. ചക്കയ്ക്ക് ക്യാൻസറിനെയും കീമോയെയും ഒക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ചക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ടും മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ടും ചക്കയ്ക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. പച്ച ചക്ക പൊടിച്ച് രാവിലെയും വൈകുന്നേരവും ചെറിയ അളവിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പച്ച ചക്ക വേവിച്ച് പല രൂപത്തിലും കഴിച്ചാൽ പ്രമേഹം കുറയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ചക്കയ്ക്ക് വലിയ പങ്കുണ്ട്. പച്ച ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ എന്ന ഘടകമാണ് കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. പോഷകമൂല്യം ധാരാളമുള്ള ഫലമാണ് ചക്ക. ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങളും നാരുകളും പോഷകങ്ങളും ചക്കയിൽ ധാരാളമുണ്ട്. ചക്കയിലെ പോഷകമൂല്യങ്ങൾ പലതരത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ തടയുന്നു. 100 ഗ്രാം ചക്കച്ചുളയിൽ 70% വെള്ളത്തിന്റെ അംശവും 20% അന്നജവും 1% കൊഴുപ്പുമാണ് അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ചക്കയിൽ കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചക്കയുടെ ഉപയോഗം എത്രമാത്രം സാധിക്കുമോ അത്രമാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി നാം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതശൈലിയിൽ രോഗങ്ങളെ മാറ്റാനായി ചക്കയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ മനസ്സിലായില്ലേ ചക്ക ചില്ലറക്കാരനല്ല എന്ന്? ചക്കയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.